ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ഞണ്ടിൻ്റെ റോസ്റ്റ് വെക്കാം. ശകലം ഞണ്ട് കിട്ടി, അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാമെന്ന്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എണ്ണ ഒഴിക്കുന്നത്, എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇടുന്നത്, ഇച്ചിരി കടുക് ഇട്ടൊന്ന് പൊട്ടിക്കണമല്ലോ. 2 വറ്റൽമുളക്, രണ്ട് ചെറിയ സവാളയുള്ളി, 2 പച്ചമുളകും ഉണ്ട്. ഞാൻ അതിനകത്തോട്ട് കഴിച്ചതാണ്. ശകലം ഉപ്പ്, ശകലം ഗരം മസാലപ്പൊടി. നമ്മൾ ഇറച്ചിക്കായാലും മുട്ടയ്ക്കായാലും എന്ത് സവാള ഉള്ളി വഴറ്റുമ്പോൾ ശകലം മസാലപ്പൊടി ഇടുന്ന ഏറ്റവും നല്ല ടേസ്റ്റ് വരും. ഏറ്റവും നല്ലതാണത്. ലേശം മഞ്ഞപ്പൊടി കൂടെ ഇടാം. ഒന്ന് വഴണ്ട് വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് തക്കാളിക്ക് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടെ പേസ്റ്റ് ചെയ്യുക. ഒരു തക്കാളിക്ക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഞണ്ട് കുറച്ചേ ഉള്ളൂ, ശകലം ഞണ്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് സാധനം നമുക്ക് ഇതോട് നല്ലതായിട്ട്. ചെറിയൊരു സ്പൂൺ മല്ലിപ്പൊടിയാണ്. മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. നല്ലതായിട്ട് നമുക്കൊന്ന് വഴണ്ടെടുക്കാം. ഞാൻ ദണ്ട് വൃത്തിയാക്കി ഞണ്ടാണ്. ഞണ്ട് ഇതിനകത്തോട്ടിട്ട് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കുരുമുളക് പൊടിയാണ് ഇതിന് വേണ്ടത്. കൂടുതൽ കുരുമുളക് പൊടി ഇടുകയാണ്. പിന്നെ ഒരു ഇച്ചിരി മസാലയും കൂടെ. ഞാൻ ശകലം മസാല അന്നേരം ഇട്ടുണ്ടായിരുന്നേ. ഇച്ചിരി മസാല ഇവിടെ. ഞങ്ങൾ ഞണ്ടിന് മസാലയൊക്കെ ഇട്ടാണ് എടുക്കുന്നത്. ഒരു ശകലം ഉപ്പൂടെ, ഇച്ചിരി ഉപ്പൂടെ. എൻ്റെ ശകലമല്ലേ ഇട്ടുള്ളൂ. നമുക്കിന് ശകലം വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് അടച്ചു വെച്ച് വേവിക്കും. നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയെന്ന് തോന്നേ. ഓക്കെ ആയിട്ടുണ്ട്. ഇവിടെ പറ്റണം ശകലം കൊണ്ട്. ഇതിനകത്ത് ഞാൻ മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്. കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത്രയും മസാല ഞാൻ ചേർത്തിട്ടുള്ളൂ. പിന്നെ തക്കാളിക്ക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഉള്ളി, ഇത്രയും. റോസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല, നല്ല റോസ്റ്റായില്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.